ഇന്ന് ഞാനിവിടെ സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എല്ലാം ഓരോ കപ്പ് വീതം ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ക്യാരറ്റ്, സ്പ്രിംഗ് ഒണിയൻ, ഒരു ചെറിയ സവോള, ഒരു 10 വെളുത്തുള്ളി, കുറച്ച് സെലറി, പച്ചമുളക്. വെജിറ്റബിൾസ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും, 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും, 1 ടീസ്പൂൺ വിനാഗിരിയും, ഒരു നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ബസ്മതി റൈസ് വേവിച്ചെടുത്തത് വേണം. ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ച് ഊറ്റിയെടുത്ത റൈസാണ്. ഇത് ഒരുപാട് വെന്തു പോകാതെ ശ്രദ്ധിക്കണം. ഈ ഒരു പരുവത്തിൽ മാത്രമേ നമ്മൾ ഫ്രൈഡ് റൈസിന് റൈസ് വേവിച്ചെടുക്കാവൂ. ഒരുപാട് വെന്തു പോയി കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ശരിയാകത്തില്ല. സലു കിച്ചൻ പുതിയൊരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നേരിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ വീഡിയോയിലോ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല വിസ്താരമായിട്ടുള്ള ഒരു പാൻ വേണം നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, അതായത് സെസമി ഓയിൽ. പാൻ ചൂടാകുമ്പോഴേക്ക് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോഴേക്ക് വെളുത്തുള്ളിയും സവോളയും ഈ വെജിറ്റബിൾസും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഇതൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലതുപോലെ ഇളക്കിയ ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലിട്ട് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കണം. ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.